നല്ല നാടൻ മാങ്ങയും തേങ്ങയും തൈരും നല്ല അടിപൊളി മാമ്പഴപ്പുളിശ്ശേരിയാണ് കേട്ടോ. ഇപ്പോൾ മാങ്ങ നമ്മളെ വീട്ടിൽ എല്ലാവരുടെ വീട്ടിലും നന്നായിട്ട് മാങ്ങ ഉള്ള സമയമല്ലേ. അപ്പോൾ മാങ്ങ വെച്ചിട്ടുള്ള ഐറ്റംസാണ് അധികം എല്ലാവരും ചെയ്യണത്. അപ്പോൾ നമുക്കും മാങ്ങ കിട്ടുന്ന സമയത്ത് ഇങ്ങനെയൊക്കെ ചെയ്ത് നോക്കാം. അപ്പോൾ എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കിയാലോ. ആദ്യം തന്നെ നാടൻ മാങ്ങയാണ് കേട്ടോ. ഇത് വെറുതെ കഴിക്കാൻ തന്നെ നല്ല ടേസ്റ്റുള്ള ചെറിയ മാങ്ങയാണ്, നല്ല മധുരമാണ്. അപ്പോൾ മാങ്ങ, പച്ചമുളക്, ഇനി കുറച്ച് ഉപ്പും പാകത്തിന് വെള്ളവും ഇത്തിരി ശർക്കര വെള്ളവും കുറച്ച് നെയ്യും ഇതൊക്കെ കൂട്ടിയിട്ട് നമ്മൾ അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കുക. എല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ട് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കണം കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് അതിലാവശ്യമുള്ള ഒരു അരപ്പ് തയ്യാറാക്കി എടുക്കാം. അപ്പോൾ തേങ്ങ ഇട്ട് കൊടുത്തു, പിന്നെ അതിന് കുറച്ച് ചെറിയ ജീരകം, കട്ടിയുള്ള തൈര്, പാകത്തിന് പുളിയുള്ള തൈരാണ്. ഇനി കുറച്ച് മഞ്ഞൾപ്പൊടി, മുളക് പൊടി ഒരുമിച്ചിട്ടിട്ട് നന്നായിട്ട് അരച്ചെടുക്കണം കേട്ടോ. നല്ല ഫൈനായിട്ട് അരച്ചെടുക്കുക. ആവശ്യത്തിന് വെള്ളം കൂടി ഒഴിച്ചിട്ട് നമ്മൾ നല്ലൊരു നെയ്യ് പരുവെന്നൊക്കെ പറയില്ലേ, ആ ഒരു പരുവത്തിൽ അരച്ചെടുക്കുക. കണ്ടോ, ഈ ഒരു പരുവത്തിൽ അരച്ചെടുക്കണം കേട്ടോ. ഇനിയിപ്പോൾ മാങ്ങ നന്നായിട്ട് വെന്ത് റെഡിയായി വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ ഒന്ന് ഇളക്കി കൊടുക്കുക. ഈ വെള്ളം ഇതിലൊന്ന് വറ്റി വന്ന ശേഷം നമ്മൾ ഈ തേങ്ങ അരച്ചതില്ലേ, അരപ്പതിൽ ഒഴിച്ച് കൊടുക്കുക. ഈ ഒരു പരുവത്തിലാണ് റെഡിയാക്കി എടുക്കേണ്ടത് കേട്ടോ. ഇതാണ് ഒരു പാകത്തെ കുറുക്കത്തിൽ റെഡിയാക്കി എടുക്കുക. ഇനിയിപ്പോൾ ഒരിത്തിരി ഉപ്പിൻ്റെ കുറവുണ്ടായിരുന്നത് കൊണ്ട് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തു. ഇനി നമ്മൾ ലാസ്റ്റ് ഇത് കടുക് താളിച്ചെടുക്കുക. കടുക് താളിക്കുന്നത് നെയ്യിലാണ് കേട്ടോ. നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ട് ചൂടായ ശേഷം കുറച്ച് കടുകും കുറച്ച് കറിവേപ്പിലയും വറ്റൽമുളകും പാടെ നന്നായിട്ട് കടുക് പൊട്ടിച്ച് ഇതിൽ ഒഴിച്ച് കൊടുക്കുക. നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. ഈ നെയ്യിൻ്റെ സ്മെല്ലും ഈ ഒരു മാങ്ങൻ്റെ രുചിയും എല്ലാം കൂടി നല്ല അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ മാങ്ങയൊക്കെ ഉള്ള കാലമല്ലേ, എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഫീഡ്ബാക്കൊക്കെ കമൻ്റായിട്ട് അറിയിക്കുക. അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.